ഹേ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പരിപാടി ഇന്ന് എന്താണെന്ന് വെച്ചാലേ, നമുക്കിന്നൊരു സ്പെഷ്യൽ ചിക്കൻ കഴിക്കാൻ പോകാം. അപ്പം നിങ്ങൾ റെഡിയല്ലേ? ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ആദ്യം വണ്ടി എടുക്കാം കേട്ടോ. നമ്മൾ വണ്ടിയിലൊക്കെ കയറി അവിടുന്ന് വണ്ടി എടുത്ത് നേരെ ട്രാഫിക്കിലങ്ങ് പെട്ടെന്നേ കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്യാം. സിഗ്നൽ ഇപ്പോൾ അഴിയുമെന്ന് വിചാരിക്കാം. നോക്കിയേ, സിഗ്നൽ അഴിഞ്ഞു. നമുക്ക് പോയാലോ മുന്നോട്ട്? കുറച്ച് ദൂരം പോകാനുണ്ട് നമുക്ക്. എല്ലാവരും ഒന്ന് കുറച്ച് നേരം എൻ്റെ കൂടെ യാത്ര ചെയ്തേ പറ്റൂ കേട്ടോ. അങ്ങനെ നമ്മളെന്തായാലും ഹൈവേ കയറി. രാത്രിയിലത്തെ നൈറ്റ് ഡ്രൈവ് നല്ല രസമുള്ള കാര്യമാണ്. ഈ റോഡിലെ സ്ട്രീറ്റ് ലൈറ്റും ആ വണ്ടികളുടെ ബഹളവും ഒക്കെ കണ്ടങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി യാത്രയൊക്കെ. അതിനിടയ്ക്ക് ഞാൻ ആ ചിക്കനെ പറ്റി അങ്ങ് മറന്നുപോയി പറയാനായിട്ട്. എന്തായാലും പറഞ്ഞേക്കാം. ഞങ്ങളിടയ്ക്ക് പോയി കഴിക്കുന്നതാണ് ആ ചിക്കൻ. ഒരു സ്പെഷ്യൽ മസാല ചേർത്തൊരു ചിക്കനാണ്. അത് കഴിക്കാൻ എന്ത് തിരക്കാണെന്നറിയോ? എന്തായാലും നിങ്ങൾക്ക് കാണാം അവിടെ ചെല്ലുമ്പോൾ. ഞങ്ങളോട് വിളിച്ചു നോക്കി, കിട്ടിയില്ല. അവർ ഭയങ്കര ബിസിയാണ് എപ്പോഴും. ഞങ്ങളെപ്പോൾ വിളിച്ചാലും കിട്ടില്ല. ഇനി അവിടെ ചെന്ന് എന്തായാലും നോക്കി നിന്നേ പറ്റൂ. നമ്മൾ ഏകദേശം അടുക്കാറാകുന്നു. എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാം. അവിടെ ചെന്നിട്ട് നമുക്ക് നേരി കാണാം അല്ലേ? നമുക്കൊന്ന് കൗണ്ട് ഡൗൺ ചെയ്യാം. അവിടെ വരെ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഹേ ഗൈസ്, അങ്ങനെ കാത്തിരുന്ന് നമ്മളിവിടെ എത്തി കേട്ടോ. കുറച്ച് തിരക്കുള്ളൂ കേട്ടോ. ഞാനങ്ങനെ ബിൽഡപ്പ് തന്നതിൻ്റെ അത്രയും തിരക്കൊന്നുമില്ല. എന്തായാലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞാൻ വന്ന്. ഇതാണ് ആ ഷോപ്പ്, ഉമ്മൽ ഷാഗർ ഗ്രിൽസ്. ഇവിടെ ബഹ്റിനിലുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം. കിഡിലൻ ഗ്രിൽസാണ്. ഇപ്പോൾ ഒരു പ്രത്യേക മസാല ചേർക്കും. ഞങ്ങളും അങ്ങനെ ഓർഡറൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്ത് അവസാനം നമുക്ക് കിട്ടിയത് ഇതാണ് രഞ്ജിത്തേട്ടൻ. നമ്മളതിനോടൊരു പെപ്സിയൊക്കെ മേടിച്ചു കേട്ടോ. ഞങ്ങളങ്ങനെ ഹാഫ് ഗ്രിൽ 2 പീസായിട്ടുള്ളത് മേടിച്ചു. ഒരു പെപ്സിയും മേടിച്ചു. അവിടുന്ന് നേരെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ എയർപോർട്ടിനടുത്തൊരു ബീച്ചുണ്ട്. ആ ബീച്ചിൽ പോയി നമ്മൾ കഴിക്കുന്നത്. നമുക്കത് റൂമിൽ ചെന്നൊന്നും കഴിക്കാനുള്ള സമയമില്ല കേട്ടോ. നമുക്കത് ചൂടോടെ തന്നെ കഴിക്കണം. അപ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്ത് മുന്നോട്ട് കിടിലം വ്യൂ. എന്തായാലും അതൊക്കെ കണ്ട് നമ്മൾ ചിക്കൻ കഴിക്കാൻ പോകും കേട്ടോ. രഞ്ജിത്തേനോട് ഞാൻ പറഞ്ഞു ചിക്കൻ കഴിക്കാൻ. നമ്മൾ വണ്ടിയിലുള്ള സ്ഥലത്തിരുന്ന് കഴിക്കുക കേട്ടോ. അതിൻ്റെ കൂടെ 2 അമ്മൂസ് കിട്ടി. നമ്മുടെ ചിക്കൻ ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിക്കാം. പിന്നെ 2 കുബൂസ് ഉണ്ട്. അത്രേ ഉള്ളൂ അതിൻ്റെ കൂടെ. പക്ഷേ ഇതിലുപരി അതിനകത്തെ മസാലയാണ് അതിൻ്റെ ടേസ്റ്റ്. ഒരു പ്രത്യേകതരം മസാല എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത് കഴിച്ച് തന്നെ അറിയണം. എന്തായാലും ഞാനും അതിന് വെയിറ്റിങ്ങിലാണ്. ഞാൻ രഞ്ജിത്തേട്ടനോട് പറയുന്നുണ്ട് അതൊന്ന് തുറക്കാൻ. ഇപ്പോൾ തുറക്കും. അത് നിങ്ങളത് കണ്ടോണപ്പോൾ ആ ഫോയിൽ പേപ്പർ മാറ്റി രഞ്ജിത്തേട്ടാ പെട്ടെന്ന്. നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചേക്കാം നമുക്ക്. ഗൈസ്, നമ്മൾ കാത്തിരുന്ന ആ ചിക്കൻ, മുട്ടൻ ചിക്കൻ. ഞാനങ്ങ് പേരിട്ടത് കേട്ടോ, മുട്ടൻ ചിക്കൻ എന്ന്. ആക്ച്വലി ഇതിൻ്റെ പേര് എനിക്കും അറിയത്തില്ല. എന്തായാലും വെച്ചേക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതിനകത്തൊരു മുളകുണ്ട്, കുറച്ച് സവാളയുണ്ട്, കുറച്ച് എന്തോ ഒരു മസാല അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. എനിക്കത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ല. അത് ടേസ്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് അമ്മൂസ്. അതിനകത്തേക്ക് ഇനി നാരങ്ങയൊക്കെ പിഴിയാനുണ്ട് കേട്ടോ. ഇതിനകത്ത് 2 കുബൂസും വെച്ചിട്ടുണ്ട് അവർ. അതിൻ്റെ ആ മസാല എല്ലാം വരണ്ടിരിക്കുക. അതും കൂട്ടി അങ്ങോട്ടൊരു പിടിക്കാമെങ്കിൽ ഇരിപ്പതാണ്. ചേട്ടാ നാരങ്ങ ഒന്ന് പിഴിയുന്നു ചേട്ടാ. ചേട്ടൻ നാരങ്ങ എടുക്കുന്നുണ്ട്. പിഴിഞ്ഞു. അയ്യോടാ, അത് താഴെ പോയിട്ടോ. അതെൻ്റെ പ്ലേറ്റിലോട്ടാണ് വീണത് കേട്ടോ. ചേട്ടനൊരു ബിൽഡപ്പ് കൊടുത്തപ്പോഴത്തേക്ക് ചേട്ടൻ അത് താഴെയിട്ട്. കൊള്ളാം. നമുക്കിപ്പോൾ എന്തായാലും ഒരു പീസ് ചിക്കൻ എടുത്തിട്ട് എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും.
ചേട്ടൻ അത് അങ്ങനെ നല്ല ജ്യൂസി ചിക്കനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കൈ വെച്ചാൽ തന്നെ നല്ല സോഫ്റ്റാണത്. ഈ അമ്മൂസിനകത്ത് നോക്കി ചേട്ടൻ നിങ്ങൾക്ക് തരുന്നത്. കഴിച്ചോളൂ പ്രേക്ഷകരെ, കഴിച്ചോളൂ നിങ്ങൾ. എൻ്റെ ചിക്കൻ ഞാൻ തൊട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്കായിട്ടൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ചേട്ടൻ അവിടെ കുമ്മാന്ന് പറഞ്ഞ് അമ്മൂസിനകത്ത് മുക്കിയത് കഴിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും കഴിക്കട്ടെ. അപ്പം നമ്മൾ ചിക്കനൊക്കെ കഴിച്ചു. ഈ ബീച്ചിലെ കാഴ്ചകളും കണ്ട് ഫുഡൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. ഇനി ഞാൻ നിങ്ങൾക്കായി ഒരു കാഴ്ച കാണിക്കാം. ഇവിടെ അടുത്താണ് എയർപോർട്ട്. ഫ്ലൈറ്റ് വളരെ താഴ്ന്നു പോകുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ വരും. അതുവരെ നമുക്ക് ഈ ബീച്ചിലെ ലൈറ്റ് ഷെയ്ഡിങ് ഒന്ന് കണ്ടാലോ. ആ കാണുന്ന ഹൈവേ ആണ്. ഹൈവേയിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഷെയ്ഡാണ് മൊത്തം കാണുന്നത്. അങ്ങനെ കാത്തിരുന്ന ആ നിമിഷം കിട്ടി. ഇതേ വരുന്ന ഫ്ലൈറ്റ്. മാക്സിമം ഫോക്കസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എത്ര ഫോക്കസ് ചെയ്തിട്ടും ഹ്യൂമിഡിറ്റി കാരണം ക്യാമറ മങ്ങിപ്പോവാം. എന്തായാലും പറ്റാവുന്ന പോലെ ഞാനത് നോക്കുന്നുണ്ട്. പല പല സ്വപ്നങ്ങളുമായി ഈ ബഹ്റിനിലേക്ക് കാലുകുത്തുന്നവരായിരിക്കാം ആ ഫ്ലൈറ്റിൽ. അതുപോലെ കുറേയേറെ സ്വപ്നങ്ങളുമായി പുതിയ കുറച്ച് കാഴ്ചകളുമായി ഞാനും നിങ്ങൾക്കൊപ്പം തിരിച്ചെത്തുന്നതായിരിക്കും അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ. അതുവരെ ഓക്കെ, ബായ് ഫ്രണ്ട്സ്, ടാറ്റാ.